നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുവൈറ്റിൽ നടന്ന ഒരു മദ്യദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമായിട്ടാണ് ന്യൂസ് ചാനലുകളൊക്കെ കാണിക്കുന്നത്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് അബ്ബാസിയ സാവിയ എന്ന് പറയുന്നത്. ആ ഏരിയയിലാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് പറയണം. പിന്നെ അത് മാത്രമല്ല, ഈ കുവൈറ്റിൽ ഏറ്റവും സ്ട്രിക്റ്റ് ഉള്ളൊരു രാജ്യമാണെങ്കിൽ കൂടി അവിടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഫ്രീഡവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ ഇതിനെ സംബന്ധിച്ചിപ്പോൾ വാർത്തകൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്, അതുപോലെ നേപ്പാളികളാണ് ഇതിനകത്ത് ഏരിയ ആയിട്ടുള്ളത്. പക്ഷെ എന്തായാലും ഇവരെ പിടിച്ച് ഇത്രയും ആൾക്കാർ ആരൊക്കെയാണ് മരിച്ചത് എന്നൊന്നും ഇതുവരെ ആർക്കും അറിയില്ല. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ മരിച്ചത് ഹാർട്ട് അറ്റാക്കായിട്ടാണ് മരിച്ചതെന്നാണ് നാട്ടിലൊക്കെ അറിയുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടും അവിടുത്തെ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല, ആരൊക്കെയാണ് മരിച്ചിട്ടുള്ളത് എന്താണെന്നുള്ളത്. എന്നാലും കുറേ ആൾക്കാരൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇത് ചെയ്യണവർ എന്തായാലും ഇത് എന്താണ് ഈ സാധനം കലക്കി കൊടുത്തത്. സാധാരണ നാട്ടിലൊക്കെ ആൾക്കാർ വാറ്റി വിൽക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇവിടെ പൊതുവെ ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടുന്ന സാധനങ്ങൾ ഈ എന്താ പറയുക, എന്തൊക്കെ ഇട്ടോ കലക്കി കൊണ്ട് ആൾക്കാരെ കൊടുത്ത് അവരത് കുടിച്ച് പിറ്റേ ദിവസം ഇതേപോലെ വിഷമദ്യം ആയി മാറി ആൾക്കാർ മരണപ്പെടുകയാണ്. പക്ഷേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റിൽ മാത്രമല്ല, ഇത് സൗദിയിലും അതുപോലെ തന്നെ ഖത്തറിലും ദുബായിൽ മാത്രം ഇത് അധികം കണ്ടിട്ടില്ല. ഒമാനിൽ കണ്ടിട്ടുണ്ട്. ഒമാനിലൊക്കെ ഈ ഈത്തപ്പഴത്തിൻ്റെ ഇതൊക്കെ ഇട്ട് ആൾക്കാർ വാറ്റിയിട്ട് വെക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സാധനം ഏകദേശം ഈ കുവൈറ്റിലൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെ ഈ സിമെൻറ്റ് വെള്ളം എന്തോ കലക്കി ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കുന്നത്. അതുപോലെ ഈ മോർച്ചറിയിലത്തെ ഈ എന്താ പറയുക കെമിക്കൽ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് കള്ള് കുടിക്കാതിരിക്കാൻ കഴിയാത്ത ആളുകൾ. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ ഈ നമ്മുടെ ഈ വാഷ്റൂമൊക്കെ വാഷ് ചെയ്യണ ഒരു കെമിക്കൽ അങ്ങനത്തെ ഒരു സാധനം കിട്ടില്ല കടയിൽ, അതൊക്കെ മേടിച്ചിട്ട് പെപ്സിയും കൂട്ടി കുടിക്കുന്നത്. നിങ്ങൾ നാട്ടിൽ പോയിട്ട് കുടിക്കുക. ഇവിടെ കുടിച്ച് ഇവിടെ കൂത്താടാനല്ല നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കിടന്ന് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണ്? നാട്ടുകാർക്ക് പോയി. നാട്ടിൽ നിങ്ങളെയും കാത്തൊരു കുടുംബം ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണ്ടേ. ഇവിടെ വന്ന് കണ്ടിട്ട് അത്യാവശ്യം ചെറിയ ശമ്പളത്തിലൊക്കെ വരുന്നവരൊക്കെയാണ് ഈ വാറ്റ് മേടിച്ച് കുടിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ആരൊക്കെ എങ്ങനെയുള്ളവരൊക്കെ പെട്ടിട്ടുണ്ടെന്നൊക്കെ എങ്ങനെയാണ് ഒരു കണക്കോ ഒന്നും ഇതുവരെ ഒരു ചാനലും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ പോലും ആരും അന്വേഷിച്ച് ചെല്ലില്ല. ഇങ്ങനൊരു സംഭവം ആയതുകൊണ്ടേ ആരൊക്കെ എന്തൊക്കെ പറ്റിയെന്ന് അന്വേഷിക്കാൻ പോലും ആരും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. അതാണ് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലുള്ള കുഴപ്പം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്തെങ്കിലും കാര്യമാണെങ്കിൽ ആരെങ്കിലും അന്വേഷിച്ച് പോകും എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടത്തെയൊക്കെ നിയമം അനുസരിച്ചിട്ട് നമ്മളിതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അവർ സംശയത്തിൻ്റെ നിഴലിലാണെന്നും പിന്നെ നമ്മളെ കാണാം. അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ ബാക്കി ഉത്തരങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകാനൊന്നും താല്പര്യം ഉണ്ടാവില്ല ആർക്കും. ഇങ്ങനത്തെ ഒരു മരണമായതുകൊണ്ട് വേറെ നല്ല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ പോയി അന്വേഷിക്കലും അതുപോലെ തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കൊടുത്താനെ. പക്ഷേ ഇതിപ്പോൾ ആരും പോകില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കുടിച്ച് വെറുതെ കുടുംബം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ ഈ വക സാധനങ്ങളൊക്കെ മേടിച്ച് നിസ്സാര പൈസയ്ക്കാണ് കുവൈറ്റിലൊക്കെ കിട്ടുന്നത്. ഒക്കെ മേടിച്ച് കുടിച്ച് അവസാനം കണ്ണും പോയി, കുടുംബം ഇല്ല, ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രമാത്രമുള്ളൂ എനിക്ക് പറയാൻ. പക്ഷേ ഇത് ഭയങ്കര ഇപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും ഇത് കൂടിക്കൂടി വരണം. എങ്ങനെ
മരണസംഖ്യ കൂടി വരിക. ആദ്യം 10 എന്ന് പറഞ്ഞു, പിന്നെ 15 പറഞ്ഞു, പിന്നെ ഇപ്പോൾ 23, 25 അങ്ങനെയൊക്കെ ആ ലെവലിലേക്കാണ് കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ നോക്കുക, അല്ലാതെ ഈ വക സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.